ഞാൻ വന്നിട്ടുള്ളത് ക്ലൗഡ് കിച്ചൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏകദേശം ഫസ്റ്റ് തൊട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടി ചെയ്തു പോകാം. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ആവശ്യം എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. എന്താണ് ക്ലൗഡ് കിച്ചൺ? ക്ലൗഡ് കിച്ചൺ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ക്ലൗഡ് കിച്ചൺ. അതായത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് അധികം ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെനു വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി സൊമാറ്റോ വഴിയോ സ്വിഗ്ഗി വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐഡിയ ആണ് ഈ ക്ലൗഡ് കിച്ചൺ. അതുവഴി നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം അല്ലെങ്കിൽ ചെറിയ തോതിലൊരു വരുമാനം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് അതിന് പ്രത്യേകിച്ച് ടൈം കാര്യങ്ങളൊന്നും ആവശ്യമായിട്ടില്ല. അതിൻ്റെ ഔട്ട്ലെറ്റ് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടൈമിനുള്ളിൽ വരുന്ന ഓർഡറുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അത് നമുക്കത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പ്രത്യേക ഒരു ടൈം ഇന്ന ടൈം എന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീട് ഇവിടെ ചെമ്പഴന്തിയിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. ചെമ്പഴന്തിയിൽ ഒരു പുതിയൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇവിടെ കൊണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി അതിനുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനായിട്ട് ആദ്യം FSSAI എന്നുള്ള ഒരു ഫുഡ് രജിസ്ട്രേഷൻ വേണം. ഒരു സർട്ടിഫിക്കറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു വർഷത്തെ കാലാവധിയിൽ ഏകദേശം ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ. എനിക്ക് വന്നിട്ടുള്ളത് 200 രൂപയാണ്. ഇത് പക്ഷേ ഞാൻ ഇപ്പോഴല്ല എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം ഒരു 1 ഇയർ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. എൻ്റെ ഒരു പിക്കിൾ വിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് കൂടി ഇതിലേക്ക് ഞാൻ ചെയ്യാമെന്ന് വെച്ച് എടുത്തതാണ്. അപ്പോൾ അതൊക്കെ അത് എൻ്റെ കാര്യത്തിൽ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സാധനം നമുക്ക് കയ്യിൽ കിട്ടും. നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ പോയാൽ നമുക്കത് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ളത് പാൻ കാർഡാണ്. പാൻ കാർഡും നിങ്ങൾക്ക് പോയി അക്ഷയയിലോ ജനസേവന കേന്ദ്രത്തിലോ പോയിട്ട് ഒരു പാൻ കാർഡ് എടുക്കാം. അതിൻ്റെ പാൻ നമ്പർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ബാങ്ക് പാസ്ബുക്ക്, അതിൻ്റെ ഒരു UPI സ്കാനർ പോലെ അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാര്യം നമുക്ക് പൈസ നമുക്ക് ഫോൺ വഴിയാണ് അയക്കുന്നതെങ്കിൽ അതിനായിട്ട് ആവശ്യമുണ്ടാവും. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ തുടങ്ങുന്നത് ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയതിന് ശേഷം വലിയ മെനു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചെറുതായിട്ടൊരു ഇത് ഞാൻ നോക്കിയിട്ടൊരു മിൽക്ക് സർബത്ത് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ജസ്റ്റ് ഒരു ചെറുതിൽ നിന്ന് തുടങ്ങി നോക്കാം. അപ്പോൾ ഞാൻ മിൽക്ക് സർബത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൂണും അതുപോലെ തന്നെ അതിൻ്റെ സിപ്പർ കപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ഇതിനായിട്ട് മേടിച്ചിട്ടുള്ള സിപ്പർ കപ്സ്. അതായത് 350 ml ഇത് വരുന്നത്. ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കപ്പും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പൂണാണ്. ഒരു ഫുൾ സ്പൂണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് ഒരു 50 പീസ് സിപ്പർ കപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ കവർ ഉണ്ടാവുമല്ലോ, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഐറ്റംസ്. ഇനി നമുക്ക് ഇതിനായിട്ട് ഒന്നും ആവശ്യമില്ല. സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ചെന്നാൽ അതിൽ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിൽ നേരിട്ട് പോകണ്ട. സ്വിഗ്ഗി പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതൊരു പ്രത്യേക ഒരു പാർട്ട്ണറാണ്. അതുപോലെ തന്നെ സൊമാറ്റോയിലും അതേപോലെ സൊമാറ്റോ പാർട്ട്ണർ എന്ന് പറയുന്ന സൊമാറ്റോ റെസ്റ്റോറൻറ്റ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഇതെടുത്താൽ നമുക്ക് നമ്മുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഏരിയയും ലൊക്കേഷൻ, നമുക്ക് കറണ്ട് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇതും കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെനു എന്താണെന്നുള്ളത് ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കി അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് എത്ര ടൈം തൊട്ട് എത്ര ടൈം വരെയാണ് നമ്മൾ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് സമയം ഒരു 4:30 തൊട്ട് ഒരു 8 മണി വരെയാണ് ഞാൻ ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് വരുന്ന ഓർഡേഴ്സ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആ ടൈമിലാണ് ഞാൻ ഫ്രീ ആവുന്നത് എന്ന് തോന്നി. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ ടൈമിൽ ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതെത്രയുമായി. ഇനി പാൻ കാർഡിൻ്റെത് എനിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. പാൻ കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് ഞാൻ അക്ഷയയിൽ പോയി
ആക്ച്വലി ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഇത് പാൻ കാർഡ് നമ്പർ എടുത്തു തരാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ കഴക്കൂട്ടം അക്ഷയയിലോ അല്ലെങ്കിൽ പാൻ കാർഡ് ഓഫീസിലോ പോയി നോക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അതിനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഈ പാൻ കാർഡും കൂടെ ഇന്ന് പോയി ശരിയാക്കിക്കൊണ്ട് വന്നാൽ എനിക്ക് എൻ്റെ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണുള്ളത്. ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ഓരോരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ കൂടെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തൊട്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂടെ നിൽക്കും.